ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ. അതിന് ട്രാവൽ ബ്ലോഗ് എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും എല്ലാ വിവരവും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം വളരെ നല്ല രസമുള്ളൊരു അവധിക്കാലമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ചേട്ടായും ഫാമിലിയും വന്നു. പിന്നെ എനിക്ക് വളരെ കുറേ കാലമായിട്ട് കാണാതിരുന്ന ഒരു സുഹൃത്ത് സോജനെ കാണാൻ പറ്റി. അനിൽ സോമനാണ് ഞങ്ങളുടെ വണ്ടിയുടെ സാരഥി. അനിൽ സോമൻ എന്നൊക്കെ ചുമ്മാ ഗമിക്ക് പറയുന്നതല്ലേ, അവനെ ഞങ്ങൾ അനിയായി എന്നാണ് വിളിക്കുന്നത്. അവൻ ഞങ്ങളുടെ സുഹൃത്താണ്. അവൻ കേരളത്തിലുടനീളം അവൻ്റെ വണ്ടി ടാക്സി ഓടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. സന്തോഷം വരാൻ പറ്റിയില്ല കേട്ടോ, എന്തോ തിരക്കൊക്കെ ആയതുകൊണ്ട് വന്നില്ല. അവിടെ എൻട്രി പാസ് എന്ന് പറഞ്ഞ കേരള സർക്കാരിൻ്റെ എന്തോ ഒരു ചെറിയൊരു കടമുറി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് എൻട്രി പാസ് വേണോ വേണ്ടയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കടന്നു പോയപ്പോൾ ആരും ചോദിച്ചില്ല. പക്ഷേ അവർ ബാക്കിയുള്ളവരൊക്കെ പറയാൻ വന്നപ്പോഴേ അവരോടൊക്കെ ചോദിച്ച് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും കൺഫേം ചെയ്തിട്ട് നിങ്ങളെല്ലാം പോവുകയാണെങ്കിൽ ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ. ഇത് മലമുഴക്കി എന്ന് പറഞ്ഞ നിർമ്മിതി കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയ ഒരു 10-30 അടി പൊക്കമുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും നല്ല സ്ഥലം, ഈ സ്ഥലം എല്ലാം നല്ല കാണാം. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ കയറി കാണാൻ ചുറ്റും നമുക്ക് കാണാം. നല്ല ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഫോട്ടോ ഒക്കെ എടുക്കാം. രാമക്കൽമേട് എന്ന പേരിനർത്ഥം രാമൻ കാല് വെക്കുന്ന നാട് എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് കുറവനും കുറത്തിയും പ്രതിമ. സുഹൃത്തുക്കളെ, ഇവിടുത്തെ കാറ്റ് തമാശയല്ല കേട്ടോ. രാമക്കൽമേട് യഥാർത്ഥത്തിൽ ഏഷ്യയിലെ ഏറ്റവും കാറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. കാറ്റാടി യന്ത്രത്തിന് അനുയോജ്യമാണ്. ഇവിടെ കാറ്റാടിപ്പാടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മനസമാധാനം കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പാറകളിൽ കയറുക, മനോഹരമായ ചിത്രങ്ങൾ പകർത്തുക, അല്ലെങ്കിൽ ആ നിമിഷം ആസ്വദിക്കുക. എന്തൊക്കെ തന്നെയായാലും ഈ സ്ഥലത്തിന് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ. യാത്രയിലുടനീളം അനിയും ഞാനും ചേട്ടായാലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര വഴക്കായിരുന്നു. ഒരു കൊച്ചുപിള്ളേരെ പോലെ. ആ പഴയ കാലമല്ലേ, ഇപ്പോൾ 10-25 വർഷം മുമ്പ് ആ ഒരു കാലം തിരിച്ചു കിട്ടിയ പോലെ ഞങ്ങളിങ്ങനെ ഓരോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ ഇടവഴിയിലൂടെയൊക്കെ നടന്നപ്പോൾ ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാനും അനിയും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഈ മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ പുറകെ പോകുന്നതിൻ്റെ കാര്യം അനി പറയുമായിരുന്നു. നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ലാത്തതുകൊണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് ഇതിനൊക്കെ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു സിഗരറ്റ് പോലും ഞങ്ങൾ വലിച്ചിട്ടില്ല. ആ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ ശരിക്കും ഞങ്ങളത് ഇരുത്തി ചിന്തിച്ചൊന്ന്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന യാത്രയുണ്ടല്ലോ, ഭയങ്കര അവിശ്വസനീയമായ യാത്ര കേട്ടോ. വഴിയൊക്കെ ദുർഘടം പിടിച്ച, പക്ഷെ എന്നാലും രസമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ചേർക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വരുമായിരുന്നു, നിങ്ങൾ കൂട്ടുകാരും കൂടി. എന്തായാലും എത്രയോ പേർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തൊരു പാറയല്ലേ ഇത്. ഒത്തിരി പേർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു, ഒത്തിരി പേർ ജീവൻ എടുക്കുകയും ചെയ്ത പാറയാണ്. പക്ഷേ എന്തായാലും ഭയങ്കരമായിട്ടൊരു അഡ്വഞ്ചറസ് പാറയത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ എൻ്റെ പൊന്നോ തല കറങ്ങും. എനിക്ക് ഈ ഇങ്ങനെയുള്ള പൊക്കങ്ങളൊക്കെ പേടിയാണ്. പക്ഷെ എന്നാലും ധൈര്യം സംഭരിച്ച് ഞാൻ പോയി വീഡിയോ എടുത്തു കേട്ടോ. ഈ സൈഡിൽ കൂടെ വഴിയുണ്ടോ, ആ വഴിയെ സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിക്ക് വണ്ടേ പൊക്കമുണ്ട് കേട്ടോ. നല്ല ഉയരമുള്ളൊരു പാറയായത്. ഒരു സിംഗിൾ പാറയൊന്നുമല്ല, ഒരു വലിയ മല, കുന്നെന്നാണ് പറയുന്നത്. പക്ഷേ കുന്നൊന്നുമല്ല, ഇത് വലിയ പർവ്വതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നാണ്ടല്ലോ നമുക്ക് തമിഴ്നാടിൻ്റെ തേനി, കമ്പം, ബോഡി ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. നല്ല ദൂരക്കാഴ്ചയുണ്ട്. നല്ല തെളിഞ്ഞ ദിവസം ഒരു പെയിൻറ്റിങ് പോലെ പരന്ന് കിടക്കുന്ന ഗ്രാമങ്ങൾ കാണാൻ പറ്റുമോ. നദികൾ കാണാം, കൃഷിസ്ഥലങ്ങൾ കാണാം. എന്നെ രസം അറിയാമോ. പിന്നെ ഈ ഫോബിയ ഉള്ളവരൊന്നും വരരുത് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് സ്റ്റീപ്പി റോക്സാണ്. താഴോട്ട് നോക്കിയാൽ തല കറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരേണ്ടത്. പക്ഷേ വരാൻ ആഗ്രഹമുള്ളവരും പേടിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഏറ്റവും പാടായിരുന്നു ഈ ഇടുക്കിയിൽ കൂടെ കയറുന്നത്. എൻ്റെ പൊന്നു, അവരെല്ലാം പെട്ടെന്ന് കയറി. പക്ഷേ എനിക്ക് കയറിയുണ്ടല്ലോ, ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു അതിനിടയ്ക്കൂടെ വലിഞ്ഞ് കയറാൻ വേണ്ടി. ഞാൻ അനിയായെ പുറകെ നിർത്തിക്കൊണ്ട് എൻ്റെ ക്യാമറ അല്ല, മൊബൈൽ ക്യാമറ കൊടുത്തിട്ട് അയ്യോ ഓർക്കാൻ കൂടെ വരിക. വളരെ കഷ്ടപ്പെട്ടാണ് മണ്ഡലത്തിൽ കയറിയത്.
എന്നാൽ പിന്നെ എന്തിനാ കയറിയും ചോദിക്കുമായിരിക്കും അല്ലേ? അതൊക്കെയല്ലേ രസമല്ലേ? മുകളിൽ കയറി കഴിഞ്ഞ് കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ മനസ്സങ്ങ് കുളിർന്നു. നല്ല രസമാണ് കേട്ടോ. നമ്മൾ കഷ്ടപ്പാടെല്ലാം ഈ നല്ല ഒരു പ്രകൃതി ഭംഗി കാണുമ്പോൾ മറന്നു പോകും. ആ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാണ്ടല്ലോ നല്ലൊരു എൻജോയ്മെൻറ്റാണ് കേട്ടോ. എല്ലാവരും മണ്ടേ കയറിയിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്ത് കുറേ നേരം ഇരുന്ന് ആസ്വദിച്ച് മറന്നിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മുകളിൽ കയറി ഞങ്ങൾ സ്ഥലമെല്ലാം കണ്ടു. നല്ല രസമാണ് കേട്ടോ. വെയിലിച്ചിരി കാട്ടിനും കൂടുതലായിരുന്നു, എന്നാലും എൻജോയ് ചെയ്തു. ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. ഇനി പോയി ഭക്ഷണം കഴിക്കണം, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാം കേട്ടോ. അത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ രാമൽക്കമ്മയുടെ പോയി കാണണം. പിന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ശരി, ബൈ.